കുറച്ച് ദിവസത്തിന് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലോങ് വീഡിയോ ഞാൻ ചെയ്യൽ കുറവാണ്, ഞാൻ ഷോർട്സാണ് അധികം ചെയ്യൽ. അപ്പോൾ ഇന്നത്തെ കാരണം നമുക്കത് അത്രയും പറയേണ്ടതുണ്ട്, കാരണങ്ങൾ കാണിച്ചു തരേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ പറയുന്നത് ഇപ്പോൾ ഒരു അസുഖത്തിന് ഇന്ന മരുന്ന് എന്ന് പറഞ്ഞ് ഒഴിവാക്കലല്ല, അത് എന്തുകൊണ്ട് വരുന്നു, എങ്ങനെ വരുന്നു എന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത്. അപ്പം അല്ലാണ്ട് നമ്മളൊരു യൂട്യൂബിൽ കണ്ട് നിങ്ങൾ ഇന്ന മരുന്നിന് ഇന്നത് ഉപയോഗിക്കുമോ എന്ന് പറഞ്ഞാൽ അത് ചാവുന്ന വരെ നമ്മൾ ആ മരുന്ന് കൊടുക്കും, അതിന് ഒരു മാറ്റവും വരില്ല. അപ്പം നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത്, ഇപ്പം പലരും എൻ്റെ അടുത്ത് ചോദിച്ചത് നെഞ്ചിലെ എല്ലുണങ്ങിപ്പോകുന്ന അസുഖത്തെക്കുറിച്ച്, ബ്ലേഡ് കണക്കായി ഡെഡായി പോകുന്ന ഒരു അസുഖത്തിനെ കുറിച്ചിട്ടാണ് പലരും എൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ അതിന് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളെ കൂട്ടിൽ എങ്ങനെയാണ് ഈ അസുഖത്തിൻ്റെ രീതി എന്ന് നോക്കണം. അതായത് പ്രാവുകൾക്ക് ഇൻറ്റേർണലായിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ അവർ ഉറക്കം തൂങ്ങിയിരിക്കുകയോ അല്ലെങ്കിൽ കൂനിപ്പടച്ചിരുന്ന് ഭക്ഷണം കഴിക്കാത്തതും ഭക്ഷണം കഴിച്ച് ഡെഡായി പോകുന്നതുമുണ്ട്. അപ്പോൾ ആ കൂനിപ്പടച്ചിരുന്ന് കഴിഞ്ഞ് ഇൻറ്റേർണലായിട്ട് അസുഖം വരുന്നതിനാണ് ഈ നെഞ്ചിൽ ബ്ലേഡ് കണക്കായിട്ട് ബ്ലേഡ് കണക്കായിട്ട് ഡെഡായി പോകുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട, ഒരെണ്ണമൊക്കെയാണ് നമുക്ക് അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോമൺ മെഡിസിൻസ് ഒക്കെ കൊടുത്താൽ മതിയാവും. അതല്ല ഒന്നിലധികം നിങ്ങൾക്കൊരു 5 അല്ലെങ്കിൽ 2 3 ഒക്കെ ഇതേ കണക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളുക. കാരണം നിങ്ങളുടെ ഇത് കൂട്ടിൽ എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ വന്നതുകൊണ്ടാണ് കോമൺ ആയിട്ട് എല്ലാത്തിനും വരുന്നെങ്കിൽ അങ്ങനെ ശ്രദ്ധിച്ചോളുക. അതിന് നമ്മൾ ഒന്ന് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് മെഡിസിൻസ് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിൻ്റെ വായ്ക്കകത്തുനിന്ന് സ്രവം എടുത്ത് ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മെഡിസിൻ, അതായത് രോഗം നിർണ്ണയിച്ചതിന് ശേഷം മാത്രം മെഡിസിൻ കൊടുക്കുക. അത് ഞാനീ പറയുന്നത് ഈ പ്രാവുകളെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം ജീവനുള്ളതാണ്, എല്ലാം വിലപ്പെട്ടതാണ്. വില കൂടിയതായിരുന്നാലും വില കുറഞ്ഞതായിരുന്നാലും ഉള്ള കേസാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പലരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മടിക്കുന്നതിൻ്റെ മെയിൻ കാരണം, നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്നിട്ട് നമ്മളിങ്ങനെ പ്രാവെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പുച്ഛമാണ്. അപ്പോൾ ആ ഒരു പുച്ഛഭാവം ഇല്ലാത്ത ഹോസ്പിറ്റലിൽ പലതുമുണ്ട്. നമ്മളെ വികാസ് ഭവനിലെ ഹോസ്പിറ്റലിലെ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ എന്ത് ജീവിയായിരുന്നാലും പുള്ളിക്കാരൻ്റെയൊക്കെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൊണ്ട് ചെല്ലാൻ തോന്നും. അത്ര നല്ല ഡീസൻറ്റ് സംസാരമാണ്. അപ്പോൾ അതേ കണക്കുള്ള ഡോക്ടേഴ്സിനെ നമ്മൾ ആദ്യം കണ്ടെത്തണം, അവരെടുത്ത് കൊണ്ടുപോകണം. അല്ലാണ്ട് നമ്മൾ ഈ പലരിടത്തും കൊണ്ട് ചെല്ലുമ്പോൾ ഈ പ്രാവ അങ്ങ് മാറി നിൽക്കുക എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നിടത്ത് നമുക്ക് പിന്നെ കൊണ്ടുപോകാൻ തോന്നത്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എവിടെയാണോ നല്ല രീതിയിൽ നമുക്ക് എന്ത് ജീവിയായിരുന്നാലും കെയർ ചെയ്യുന്നത് അവിടെ മാത്രം കൊണ്ടുപോവുക. അല്ലാണ്ട് നമ്മൾ ഇന്നതിനെ നോക്കൂല എന്ന് പറയുന്നിടത്ത് കൊണ്ടുപോകരുത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് അസുഖം വരാത്ത രീതിയിൽ കൂട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ. അത് നമ്മളിപ്പം 1 പ്രാവായിരുന്നാലും 5 പ്രാവായിരുന്നാലും 500 പ്രാവായിരുന്നാലും എല്ലാം കണക്കാണ്. അപ്പോൾ ഈ 5 പ്രാവൊക്കെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 5 10 പ്രാവൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് കൈ കൊണ്ട് പിടിച്ച് കൊടുക്കാൻ പറ്റും, മരുന്നൊക്കെ എളുപ്പത്തിന് കൊടുത്ത് തീർക്കാൻ പറ്റും. ഇപ്പം നമ്മളെ കണക്കൊക്കെ ഒരു ഇച്ചിരി ബൾക്ക് ക്വാണ്ടിറ്റി ഒരു 300 മുകളിലൊക്കെ പ്രാവൊക്കെ വളർത്തണമെന്നുണ്ടെങ്കിൽ നമുക്കിത് എല്ലാത്തിനെയും പിടിച്ച് ഇരയ്ക്കുള്ള മരുന്ന് പോലും നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അത്രയും സമയം നമുക്ക് വേസ്റ്റാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അത്രയും ജോലിയും കൂടുതലാണ്. അപ്പം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, കോമൺ ആയിട്ട് നമുക്ക് അസുഖം വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഈ ടെട്രാസൈക്കിൾ എന്നും പറഞ്ഞൊരു പൗഡർ നമുക്ക് മെഡിക്കൽ ഇവിടെ വെറ്റിനറി ഷോപ്പുകളിൽ കിട്ടും വാങ്ങിക്കാൻ. അതൊരു 90 രൂപയായിട്ടാണ് അതിൻ്റെ വില വരുന്നത്. അപ്പോൾ ആ ഒരു മരുന്ന് വാങ്ങി ഒരു മാസത്തിൽ ഒരു 3 ദിവസം രാവിലെയും വൈകിട്ടും ഒരു മാസത്തിൽ കൊടുക്കുക. അങ്ങനെ ആ ഒരു മരുന്ന് തന്നെ മാക്സിമം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങളൊന്നും വരില്ല. പിന്നെ നിങ്ങൾ ഈ വിറ്റാമിൻസിൻ്റെ മരുന്നുകൾ, അതായത് മറ്റേ കുറച്ച് വിറ്റാമിൻസിൻ്റെ മരുന്നുകളുണ്ടല്ലോ, ഇപ്പോൾ ബിമറാള്, മൾട്ടി വിറ്റാമിൻസ് ഏതെങ്കിലുമൊക്കെ വാങ്ങുക. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ ഇടയ്ക്ക് ഫുഡിൻ്റെ കൂട്ടത്തിൽ രാത്രിയോ, എപ്പോഴും മരുന്നുകൾ രാത്രി കൊടുക്കുന്നതാണ് ബെറ്റർ. രാവിലെ പ്രാവുകൾക്ക് അധികം മരുന്ന് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. രാത്രി മിക്കപ്പോഴും മരുന്ന് കൊടുത്തു കഴിഞ്ഞാലേ നമുക്കത് എഫക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുമ്പോൾ തന്നെ ഓവർ ഡോസ് ആവരുത്, ഒരു മീഡിയം ലെവലിലൊക്കെ കൊടുക്കാവൂ. പിന്നെ നിങ്ങൾ കൊടുക്കേണ്ടത് ന്യൂറോബയോൺ ഫോർട്ടൊക്കെ ഇടയ്ക്ക്, അതായത് ഒരു മാസത്തിൽ ഒരു 2-3 ടാബ്ലറ്റൊക്കെ നമ്മൾ വെള്ളത്തിൽ കലക്കി വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. അസുഖം വരുന്നത് വരെ നിങ്ങൾ മെഡിസിൻ കൊടുക്കാതെ കാത്തിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്നതെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവും. കാരണം നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിൽ എന്താണ് അത്യാവശ്യം മെഡിസിൻസ് നമ്മുടെ കയ്യിലുണ്ടാവണം. ഒരു അസുഖത്തിൻ്റെ സിംറ്റംസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവരെ അപ്പോഴും തന്നെ നമ്മൾ പിടിച്ചാൽ മരുന്ന് കൊടുക്കാൻ. അതിന് ഡേറ്റും ദിവസവും ഒന്നും നോക്കരുത്. നമ്മൾ ഇന്നലെ അത് കൊടുത്തതല്ലേ, അതുകൊണ്ട് ഇന്ന് ഇത് കൊടുക്കണോ, അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞ ഇത് ഇങ്ങനെയല്ലേ, അങ്ങനെ നമുക്ക്
പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് ബാഡ് മിസ്സായാൽ അത് മിസ്സായത് തന്നെ. പക്ഷെ മിസ്സാവുന്ന കേസ് ആരും പറയില്ല, നന്നാവുന്ന കേസ് മാത്രമേ എല്ലാവരും പറയുള്ളൂ. നമ്മൾ ഈ മിസ്സാവുന്നതും എല്ലാം പറയും. അപ്പോൾ നമുക്കിപ്പം അങ്ങനെ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞ് നേരെ ഇത് വന്നു കഴിഞ്ഞാൽ, അസുഖത്തിൻ്റെ പ്രശ്നങ്ങൾ വന്ന് അയാൾ ഡെഡായി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അപ്പോഴും തന്നെ അതിനെ എടുത്ത് പാക്ക് ചെയ്ത് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിനെ പോസ്റ്റ്മോർട്ടം അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് അതിൻ്റെ റിസൾട്ട് എടുത്ത് എന്താണോ പ്രശ്നമെന്ന് നോക്കും. ബാക്കിയുള്ളതിന് വരരുത്, അതുകൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് വലിയ അസുഖങ്ങളൊന്നും എൻ്റെ കൂട്ടിൽ വരുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിന്നെ വിറ്റാമിൻസും മിനറൽസും ഇങ്ങനെയുള്ള ഈ നോറോബയോണും അതും ഇതുമൊക്കെ കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളും അങ്ങനെയൊക്കെ കൊടുക്കുക. മരുന്ന് വാങ്ങിച്ച് കൊടുക്കാതെ അടച്ചുതന്നിട്ട് വളർത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ നെഞ്ചിൻ്റെ പ്രശ്നം വരുന്ന പ്രാവുകൾ ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾ ഉപയോഗിക്കേണ്ട മരുന്നുകൾ ഞാനിപ്പം വീഡിയോയിലിടാം, ഫോട്ടോസ് ഇടാം. അപ്പോൾ അത് വാങ്ങിയിട്ട് ഇതൊന്ന് കണ്ടിന്യൂസ് അല്ല, ഒരു 5 ദിവസം വരെ കൊടുത്തു നോക്കുക. കൊടുത്തതിന് ശേഷം അവരുടെ അടുത്ത് തന്നെ ചോദിക്കുക. അപ്പോൾ അവർ തന്നെ കറക്റ്റാണ് നിങ്ങൾക്ക് ആ മെഷർമെൻറ്റ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ അതനുസരിച്ചിട്ട് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നിങ്ങളുടെ പ്രാവിൻ്റെ എണ്ണ അനുസരിച്ചിട്ടാണ് നമുക്ക് അളവ് അറിയേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്ര പ്രാവുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് തന്നെ മരുന്ന് വാങ്ങിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റ് ഇതിൻ്റെ ഇത്ര പ്രാവുണ്ട്, ഇങ്ങനെയാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ഞാൻ എത്ര ക്വാണ്ടിറ്റി ഉപയോഗിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ മരുന്നുകളൊക്കെ ഒന്ന് വാങ്ങിച്ച് കൊടുക്കുക. ഒരുപാട് എണ്ണത്തിലധികം വരണമെന്നുണ്ടെങ്കിൽ ഈ ഹോമിയോ മരുന്ന് അങ്ങനെയുള്ള ഒന്നും വാങ്ങിച്ച് കൊടുക്കാതെ നേരെ ഡോക്ടറെ കൊണ്ട് കാണിക്കാം. ഓക്കെ, പലരും ഇപ്പം നമ്മുടെ അടുത്ത് ഹോമിയോ മരുന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അതിനെക്കാട്ടി നല്ലത് ഞാൻ പറയുന്നത് നിങ്ങൾ ഡോക്ടേഴ്സിനെ കാണിച്ചതിന് ശേഷം നിങ്ങൾ അവിടെ നിന്ന് മരുന്ന് വാങ്ങിക്കുക. ഈ നമ്മൾ പറയുന്ന മരുന്നിൽ വ്യത്യാസം വരുന്നില്ല എങ്കിൽ, ഒരു 3 ദിവസം കഴിഞ്ഞ് വ്യത്യാസം വരുന്നില്ല എങ്കിലുള്ള കേസാണ് ഞാൻ പറഞ്ഞത്. പലരും നമ്മുടെ അടുത്ത് പറഞ്ഞു തരും നിങ്ങൾ നെഞ്ചുണങ്ങണമെങ്കിൽ കടല എടുത്ത് കൊടുത്താൽ മതി എന്നൊക്കെ പറയും. പക്ഷേ അത് ഫുഡ് അതിനകത്ത് ഡൈജഷനായി പോയതിന് ശേഷം അതിൻ്റെ ശരീരത്തിൽ പിടിക്കാതിരുന്നു കഴിഞ്ഞാൽ ഉപയോഗമൊന്നുമില്ല. അപ്പം പ്രാവിൻ്റെ കാഷ്ടം ശ്രദ്ധിക്കണം. ആ കാഷ്ടത്തിന് എന്തെങ്കിലും വ്യത്യാസം വരണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. നമ്മൾ കാഷ്ടത്തിൻ്റെ ഫസ്റ്റ് നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ അതിൽ എന്തെങ്കിലും വ്യത്യാസം കാണുകയാണെങ്കിൽ അതിന് മരുന്ന് കൊടുക്കണം, നിർബന്ധമായിട്ടും മരുന്ന് കൊടുക്കണം. ആ മരുന്ന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നിന്നുകൊണ്ട് ആ ഒരു അസുഖം നിന്നുകൊണ്ട് തന്നെ അടുത്ത അസുഖത്തിലോട്ട് പോകും. പിന്നെ നെഞ്ചുണക്ക് വരും, പിന്നെ അത് ഡെഡായി പോകും. നെഞ്ചുണക്ക് വരുന്നതിൽ പലരുടെയും പ്രാവുകൾ മാക്സിമം ഡെഡായി പോകുന്നുണ്ട്. നമുക്കിപ്പോൾ ആ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇടയ്ക്ക് പണ്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ അതങ്ങനെയൊന്നും ഇല്ല. കാരണം ഞാൻ ഈ ആൻറ്റിബയോട്ടിക്സ് ഇടയ്ക്ക് കൊടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല. പിന്നെ കുറച്ച് പേര് ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് വലിയ വലിയ പ്രാവുകളത്തുകാരാണ്. അവർ പറയുന്നുണ്ട് ഇങ്ങനെ സവാള കട്ട് ചെയ്ത് കൂട്ടിൽ വെക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഞാനിതുവരെയും ചെയ്തിട്ടൊന്നുമില്ല. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ മെഡിസിൻസ് വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഫോട്ടോസ് ഇട്ട് തരാം. അപ്പോൾ അത് കിട്ടുന്ന മരുന്നുകൾ വാങ്ങിയിട്ട് കൊടുത്തു നോക്കുക. ഒരു 3 ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് വ്യത്യാസം വരുന്നില്ലെങ്കിൽ നിങ്ങൾ നേരെ അതിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യുക. ഓക്കെ.